പ്രിയപ്പെട്ടവരെ, ഈ സ്ഥലം നിങ്ങൾക്കറിയുമോ? ഇത് മൺട്രോ തുരുത്താണ്. മൺട്രോ തുരുത്തിലെ ബെൽ ഫാംസ് ആണ്. എനിക്ക് ഒമാനിൽ നിന്ന് കിട്ടിയ പ്രിയപ്പെട്ട സുഹൃത്താണ് ഡോക്ടർ ഷെറിമോൻ. അവിടെ അറബ് ഓപ്പൺ യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസറാണ്. ഇവിടെ വന്ന് കണ്ടപ്പോൾ അത്ഭുതപ്പെടുകയാണ്. കാരണം മൺട്രോ തുരുത്തിൽ ഇത്ര മനോഹരമായിട്ട് ഒരു ഫാം എന്ന് തന്നെ പറയണം, റിസോർട്ടെന്നൊക്കെ പറഞ്ഞാൽ അത് ചെറുതായി പോകും. അത് സജ്ജീകരിച്ച രഞ്ജിത്തും ഉണ്ട് എൻ്റെ കൂടെ. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് പരിചയപ്പെടണം. ഞാൻ പ്രിയപ്പെട്ട ബിനു സാറിനെ പരിചയപ്പെടുന്നത് സാറ് പറഞ്ഞ പോലെ മിടുക്കുകയാണ് ശരിക്കും. കാരണം ഞങ്ങൾ വേൾഡ് മലയാളി കൗൺസിൽ മിടുക്കുന്ന ഒരു പ്രോഗ്രാം, ഒരു ക്യാമ്പ് ചെയ്യാൻ ഉദ്ദേശിച്ചാണ്. അങ്ങനെ അതിന് ആരെയാണ് തപ്പിയെന്നപ്പം ഒറ്റ ഒരു റിസോഴ്സ് പേഴ്സണെ ഞങ്ങൾക്ക് കിട്ടിയുള്ളത് ബിനു സാറായിരുന്നു. ആ പ്രോഗ്രാമിന് സാറ് വന്നു, ഞാൻ പരിചയപ്പെട്ടു. ഞാൻ അന്ന് അറബിൽ ഡീൻ ആയിട്ടില്ല, ഞാൻ യൂണിവേഴ്സിറ്റി ഡീൻ അല്ല, ഞാൻ പ്രൊഫസറായിട്ട് നിൽക്കുന്ന കാലഘട്ടമാണ്. സാറാണ് ശരിക്കും ആ പ്രോഗ്രാമിന് ഏറ്റവും, സാറുണ്ട്, മാടുണ്ട്, മോളൊന്ന് കുഞ്ഞാണ്, ഇപ്പോൾ വലിയ ആളായി. അന്ന് ഞങ്ങൾ ആ പ്രോഗ്രാം ഏറ്റവും മനോഹരമാക്കിയത് സാറിൻ്റെ ഒരു കഴിവായിരുന്നു. പിന്നെ അതൊരു വലിയ ചർച്ചയായി മാസ്കറ്റിൽ. അതിനുശേഷം ദുബായിൽ നിന്ന് എനിക്ക് കോൾ വന്നു. ബിനു സാറിന് നമ്പർ ഞാൻ കൊടുത്തു. ദുബായിൽ നടത്താൻ തീരുമാനിച്ചവർ. അതിനുശേഷം എനിക്ക് ഒന്ന് ഓസ്ട്രേലിയയിൽ നിന്ന് എന്നെ അവർ വിളിച്ചു. ആ പ്രൊവിൻസ് സാർ വിളിച്ചിരുന്നു. എന്താണെങ്കിലും ബെൽ ഫാംസിലേക്ക് സാറ് വന്നതിൽ പ്രത്യേകം നന്ദി. ഞാൻ കുറേ നാളായി വിളിക്കുന്നുണ്ട് സാറിനെ. ഈ ബെൽ ഫാംസ് ആൻഡ് റിസോർട്ട് ഞങ്ങൾ തുടങ്ങാനുള്ള കാരണം ശരിക്കും ഒരു റിസോർട്ട് ആരംഭിക്കാമെന്നല്ല, ഒരു ഫാമല്ല, ഞങ്ങൾക്ക് ഫിഷ് ഫാമായിരുന്നു. ഞങ്ങൾക്ക് സീ ഫുഡ് എക്സ്പോർട്ടേഴ്സ് ആയതുകൊണ്ട് ഞങ്ങൾ മീൻ വളർത്താൻ വേണ്ടി തുടങ്ങിയ ഒരു പ്രസ്ഥാനമാണിത്. ഇന്നിതെനിക്ക് വന്നൊരു ഭൂമിയിലെ പരദീസയായി മാറുന്നത് കാണാൻ പറ്റും. എനിക്ക് വന്ന് ഇല്ലാത്ത മരങ്ങളില്ല, ഇല്ലാത്ത ഒന്നും ഇതിനകത്തില്ല. ഇഷ്ടംപോലെ മീനുകളുണ്ട്, ഫാമുണ്ട്, ബോട്ടിംഗ് ഉണ്ട്. അഷ്ടമുടി കായലിൻ്റെ മനോഹരമായ ഒരു വശ്യ സൗന്ദര്യമുണ്ട് ഇവിടെ. അത് സാധാരണ റിസോർട്ടല്ല ഇത്, അല്ലെങ്കിൽ സാധാരണ ഫാമല്ല. എല്ലാം കൂടെ ചേർന്ന ഒരു സ്വർഗീയ അനുഭവം നിങ്ങൾക്ക് കിട്ടും. ഇതൊരു റെക്കമെൻഡേഷന് വേണ്ടി അല്ലെങ്കിൽ ഒരു മാർക്കറ്റിങ്ങും അല്ല. കാരണം വെച്ചാൽ 10-28 ആളുകൾ ഇവിടെ ജോലി ചെയ്യുന്നുണ്ട്. എല്ലാം ഈ മൺട്രോ തുരുത്തുകാരാണ് ശരിക്കും. എല്ലാം അതായത് വെള്ളം പൊങ്ങി, നമ്മുടെ വേലിയേറ്റം കാരണം വെള്ളം പൊങ്ങി ഒരു നാട് നശിച്ചപ്പോൾ അവിടെയാണ് ഞങ്ങൾ വന്ന് ഒരു അതിജീവനം എന്നുള്ള പേര് തുടങ്ങിയൊരു പ്രോഗ്രാമാണിത്. ഇന്ന് ഈ നാട്ടുകാർക്കും ഇതൊരു വലിയ ഉപകാരമായി. ഇന്നിത് അറിയപ്പെടുന്ന ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനായി മാറിയിരിക്കുകയാണ്. നിങ്ങളെല്ലാവരും വരണം. എല്ലാ സൗകര്യങ്ങളുള്ള ഒരു മനോഹരമായ ഒരു പരദീസയാണിത്. ഞാൻ റിസോർട്ടൊന്നും വിളിക്കുന്നില്ല, ഒരു നേച്ചറിനോട് ചേർന്ന് നിങ്ങൾക്ക് താമസിക്കാൻ പറ്റും. ഒരിക്കലും ഒരു പണം മോഹിച്ച് ചെയ്ത ഒരു പ്രോജക്റ്റ് അല്ലിത്. കണ്ടൽ കാടുകളുടെ സൗന്ദര്യമാണ്, ഓക്സിജൻ്റെ ഒരു കലവറയാണിത്. നിങ്ങളെല്ലാവരും വരിക, ആസ്വദിക്കും. ഇന്നത്തെ നമ്മുടെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ പ്രശ്നമെന്ന് പറയുന്നതെല്ലാം സ്ട്രെസ്സാണ്. ഓക്കെ, എല്ലാവരും സ്ട്രെസ്ഫുള്ളാണ്. അത് ജോലി എന്തും ആവട്ടെ, വലുതാവട്ടെ ചെറുതാവട്ടെ, സ്ട്രെസ്ഫുൾ ലൈഫാണ്. അപ്പോൾ ഞങ്ങൾ ചിന്തിച്ചത് ഇതുപോലെ ഒരു മനോഹരമായ സ്ഥലത്ത് നല്ല ഓക്സിജനിൽ വന്ന് നിങ്ങൾക്ക് ഒരു ദിവസം താമസിക്കാൻ പറ്റി ഇവിടെ നൈറ്റ് ലൈഫ് സ്റ്റേ ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് റിലാക്സ് ചെയ്യാൻ പറ്റും എന്നെനിക്ക് ഉറപ്പുണ്ട് 100%. കാരണം ഞാൻ അനുഭവിക്കുന്ന ആളാണ്. എൻ്റെ എല്ലാ തിരക്കിടയ്ക്ക് ഇവിടെ വന്നിരുന്നാലും എനിക്കൊരു സമാധാനം കിട്ടും. നിങ്ങൾക്കാണിത് മൊത്തം വെള്ളമാണ്. കണ്ടൽ കാടുകളുടെ ഓക്സിജനേഷൻ ഭയങ്കരമാണ്. കണ്ടൽ കാടുകളാണ്. നിങ്ങൾക്ക് തീർച്ചയായിട്ടും എന്താ പറയുക, ഇതൊരു ഒരിക്കലും നിങ്ങൾക്കൊരു നഷ്ടമാവില്ല. വളരെയധികം റീസൺ, നല്ല വെള്ളത്തിലുള്ള കോട്ടേജുകളാണ്. നിങ്ങൾ വരിക, ഇവിടുത്തെ ഫ്രഷ് ഫിഷ് ഉണ്ട്, ഗ്രില്ല് ചെയ്യാം. നിങ്ങൾക്ക് രാത്രി ക്യാമ്പ് ഫയർ ഉണ്ട്, സ്വിമ്മിംഗ് പൂളുണ്ട്, എല്ലാ ഫെസിലിറ്റിയും ഉണ്ട് ഇവിടെ. ശരിക്കും മൺട്രോ തുരുത്തിൽ ജനിച്ചു വളർന്ന് എനിക്ക് തോന്നുന്നു മൺട്രോ തുരുത്തിനെ ഇതുപോലെ ഇൻ്റർനാഷണൽ ലെവലിലേക്ക് വളർത്താൻ വേണ്ടി ഏറ്റവും കൂടുതൽ സഹായിച്ച അല്ലെങ്കിൽ കഷ്ടപ്പെട്ട കുറേ വ്യക്തികളുണ്ട് ശരിക്കും. അതിലൊന്നാണ് രഞ്ജിത്തുണ്ട്, ജയൻ സാറുണ്ട്, സജിത്തുണ്ട്, രേഷ്മയുണ്ട്, കുറേ മനുഷ്യരുണ്ട് ഇതിനു വേണ്ടി കഷ്ടപ്പെട്ടിട്ടുണ്ട്. അതിൽ ബെൽ ഫാംസിൻ്റെ നാഥനാണ് രഞ്ജിത്തിനെ എനിക്ക് കിട്ടിയോണ്ടാണ് ശരിക്കും ഇത്ര ഒരു പരദീസ ഞങ്ങൾക്ക് ഉണ്ടാക്കാൻ സാധിച്ചത്. ഭൂമിയിലെ സ്വർഗമെന്ന് വിശേഷിപ്പിക്കാവുന്ന അതിജീവനത്തിലൂടെ നേടിയെടുത്ത ബെൽ ഫാംസ് ആൻഡ് റിസോർട്ട്സ്. ഇവിടെ വാട്ടർ ആക്ടിവിറ്റീസ് എല്ലാം തന്നെ ഉണ്ട്. ഷിക്കാര ബോട്ടിങ്, കനോയിങ്, കയാക്കിങ്, അതുപോലെ സ്റ്റേ പാക്കേജുകൾ, ഡേ ഔട്ട് പാക്കേജുകൾ, AC ഡൈനിങ്, അതുപോലെ സ്റ്റേ ചെയ്യുന്നവർക്ക് ഫ്രീ വൈഫൈ, AC ഹാള്, അതുപോലെ ഓപ്പൺ എയറിൽ പ്രോഗ്രാമുകൾ, പല ബർത്ത്ഡേ ഫംഗ്ഷനുകൾ, ആനിവേഴ്സറികൾ, അതുപോലെ ചിൽഡ്രൻസ് പാർക്ക് എല്ലാം തന്നെ ഇവിടെ ഉണ്ട്. മൺട്രോ തുരുത്തിൻ്റെ ചരിത്രത്തിൽ എഴുതി ചേർക്കപ്പെട്ട സൃഷ്ടിയാണിത്. മൺട്രോ തുരുത്തിലെ ആദ്യത്തെ സ്വിമ്മിംഗ് പൂൾ, ഏറ്റവും വലിയ സ്വിമ്മിംഗ് പൂൾ. കുട്ടികൾക്കായാലും വലിയവർക്കായാലും ഒരുപോലെ സൗകര്യപ്രദമായ ഒരു മഹാസൃഷ്ടി എന്ന് തന്നെ പറയാം ബെൽ ഫാംസിൻ്റെ. മൺട്രോ തുരുത്തിൽ ഞങ്ങൾ ഈ സ്ഥലം വാങ്ങിക്കുമ്പോൾ ശരിക്കും ഇതൊരു ചെറിയ മീൻകുളമായിരുന്നു. ഞാനിപ്പോൾ ഓർക്കുമായിരുന്നു, ചെളി കൊണ്ട് നിറഞ്ഞ ഒരു മീൻകുളം. അത് മൊത്തം വേലിയേറ്റം കാരണം വെള്ളം കയറി. അദ്ദേഹം എന്നെ ഒന്ന് കാണുന്നത്, സാറേ ഈ സ്ഥലം എടുക്കാമെന്ന് ചോദിച്ചു എന്നെ ഒന്ന് എടുത്ത സ്ഥലമായത്. ഇന്നിത് എനിക്ക് തോന്നുന്നത് ലോകത്തിലെ ഏറ്റവും മനോഹരമായിട്ടുള്ള ഏത് സ്വിമ്മിംഗ് പൂളുകളെ കഴിഞ്ഞും
മനോഹരമായി വാട്ടർ ഫിൽറ്റർ ചെയ്ത് അടിയിൽ നിൽക്കുന്ന വെള്ളം ഫിൽറ്റർ ചെയ്ത് കാണാൻ പറ്റുന്നത്. ഇത്രയും വൃത്തിയുള്ള ഇത്ര മനോഹരമായൊരു സ്വിമ്മിംഗ് പൂൾ വേറെ കാണില്ല. അത്രയും വലിപ്പവും എല്ലാം ഉള്ള ഒരു ഇവിടെ വരുന്ന ആളുകൾക്ക് ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്യാൻ പറ്റുന്ന കണ്ണുനീര് പോലത്തെ വെള്ളത്തിൽ കിടക്കുന്ന ഒരു ഉപ്പുവെള്ളം, മൊത്തം ഉപ്പുവെള്ളമുള്ള ഒരു സ്ഥലം. ഉപ്പുവെള്ളത്തിന് നടുക്ക് ഒരു മനോഹരമായ ഒരു തണ്ണീർ തടം പോലെ നിൽക്കുന്ന ഒരു സ്വിമ്മിംഗ് പൂൾ. ഇതൊക്കെയാണ് ബെൽ ഫാംസ് പ്രൊമോട്ട് ചെയ്യുന്ന ടൂറിസം എന്ന് പറയുന്നത്. ശരിക്കും നല്ല വെള്ളത്തിൽ നിങ്ങൾ എൻജോയ് ചെയ്യുക, നിങ്ങൾക്ക് സ്ട്രെസ് റിലീഫ് ചെയ്യുക, ഇതൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ഒരിക്കലും മറക്കാൻ പറ്റുന്നതല്ല. കാരണം ഇത് അഷ്ടമുടി കായലിനോട് ചേർന്ന തീരങ്ങളാണ്, കണ്ടലിൻ്റെ സമൃദ്ധമായ സ്ഥലങ്ങളാണ്. വരിക, എൻജോയ് ചെയ്യുക. പ്രിയപ്പെട്ടവരെ, മലയാളത്തെ സംബന്ധിക്കുന്ന ഒരു വലിയ പരിപാടി ഒമാനിൽ നടക്കുമ്പോൾ അത് ഗംഭീരമാക്കി മാറ്റാൻ വേണ്ടി അത്യധ്വാനം ചെയ്യുക എന്നത് മാത്രമല്ല, ഏത് കാര്യത്തെയും പോസിറ്റീവായിട്ട് കണ്ട് അത് ഫലമുണ്ടാക്കി തന്നത് പ്രിയപ്പെട്ട ഡോക്ടർ ഷെറിമോനാണ്. അങ്ങനെയാണ് അദ്ദേഹത്തോടുള്ള ഒരു ബന്ധം തുടങ്ങിയതും തുടരുന്നതും. ഇവിടെ വന്ന് ഇത് കണ്ടപ്പോൾ ചിത്രത്തിലൊക്കെ കാണുന്നതിൻ്റെ ഒരു അനുഭവമല്ല, വിശാലമായ ഒരുപാട് പേര് അവരുടെ സഹകരണത്തോടു കൂടി നല്ല ഏറ്റവും രുചികരമായ ഭക്ഷണം തരുന്ന, അതിലേറെ നമുക്ക് സുഖമായിട്ട് കിടന്നുറങ്ങാൻ പാകത്തിലുള്ള, നമ്മുടെ മനസ്സിന് കുളിർമയേകുന്ന, വെള്ളം എപ്പോഴും നമുക്കൊരു ഭ്രമമാണല്ലോ, ഒരു അപകട സാധ്യതയുമില്ലാത്ത അതിമനോഹരമായ ഈ ബെൽ ഫാമിലേക്ക് തീർച്ചയായിട്ടും നിങ്ങൾ വരണം. ഇവിടുത്തെ ഈ നന്മകളൊക്കെ അനുഭവിക്കണം. ഒരിക്കൽ കൂടി ഇദ്ദേഹത്തെ പരിചയപ്പെടാൻ കഴിഞ്ഞത് ഒരു നിമിത്തമായിട്ട് കരുതുന്നു. ഇവിടെ വരാൻ കഴിഞ്ഞതും ഇത് കാണാൻ കഴിഞ്ഞതും അതിലേറെ സന്തോഷം തരുന്ന ഒരു കാര്യമായിട്ട് നിൽക്കുന്നു. താങ്ക് യു സർ, താങ്ക് യു വെരി മച്ച്.